ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീന ഈജിപ്ത് കളിക്ക് പിറകെ ഇതാ ഇപ്പോൾ ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിലെ റഫറിങ്ങിനെ കുറിച്ചും പരാതി ഉയർന്നിരിക്കുകയാണ്. മൊറോക്കോയുടെ കോച്ചാണ് പരാതിയുമായി വന്നിരിക്കുന്നത്. ഫ്രാൻസിൻ്റെ ആദ്യത്തെ ഗോൾ അത് റഫറി അനുവദിച്ചത് അംഗീകരിക്കാനാവില്ല. കാരണം അതിനു മുമ്പ് ആ ഗോളിന് തൊട്ട് മുമ്പ് ഫ്രാൻസിൻ്റെ കളിക്കാരനായ റാബിയറ്റിൻ്റെ കയ്യിൽ പന്ത് കൊണ്ടിരുന്നു. അതൊരു ഹാൻഡ് ബോളാണ്. അതുകൊണ്ട് ആ ഹാൻഡ് ബോളാണെന്ന് കരുതി മൊറോക്കോ കളിക്കാർ പലരും കളി നിർത്തിയിരുന്നു എന്നാണ് എന്നാണ് മൊറോക്കോ കോച്ചിൻ്റെ വാദം. ഒഹാബി, മൊറോക്കോ കോച്ചിൻ്റെ പേര് ഒഹാബി എന്നാണ്. ഒഹാബിയുടെ വാദം. എന്തായാലും ഒഹാബിയുടെ വാദം അത്ര രസകരമായി തോന്നിയില്ല. കാരണം റഫറി വിസിൽ പോലും വിളിക്കാതെ കളിക്കാർ കളി നിർത്തുന്നത് എന്താ ഏർപ്പാടാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഒഹാബിയുടെ ആ ഒരു ആരോപണം ഇങ്ങനെ ചൂട് പിടിക്കുകയാണ്. അതേസമയം റഫറിങ്ങിലെ പല വിദഗ്ധരും കൃത്യമായി അതിൽ ആ ഗോളിൽ തെറ്റില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹാൻഡ് ബോളായി എന്നത് സത്യമാണ്. പക്ഷേ റാബിയറ്റിൻ്റെ ഹാൻഡ് ബോളായതിനു ശേഷം അടുത്ത സീക്വൻസിലാണ് മറ്റേ ഗോൾ വന്നിട്ടുള്ളത്, അടുത്ത മൂവിലാണ് ആ ഗോൾ വന്നിട്ടുള്ളത് എന്നാണ് വിദഗ്ധ അഭിപ്രായം. എന്തായാലും അർജന്റീന ഈജിപ്ത് കളിയിലെ റഫറിങ് വാറും മറ്റുമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിറകെ ഇപ്പോൾ മൊറോക്കോ ഫ്രാൻസ് മത്സരത്തിലെ കിലിയൻ എംബാപ്പെ അടിച്ച ഗോളിനെ കുറിച്ചും വിവാദം ഉയർന്നിരിക്കുന്നു. അതും ഒരു കോച്ചാണ്, ഈജിപ്തിൻ്റെ കോച്ചാണ് മറ്റേ വിവാദത്തിന് തുടക്കമിട്ടത്. ഇതും മൊറോക്കോ കോച്ച് ആണ് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾ തുടരുകയാണ് റഫറിങ്ങുമായി ബന്ധപ്പെട്ട് ലോകകപ്പിൽ.